Use generating function to solve the recurrence relation ak is equal to 5ak minus 1 minus 6ak minus 2 with initial conditions a0 is equal to 6 and a1 is equal to 30. അപ്പോൾ തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷൻ എടുത്ത് എഴുതുക ak is equal to 5ak minus 1 minus 6ak minus 2. ഇനി ഇതെന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ ആണ്. അപ്പം ഈ ടേംസിനെ എല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ak മൈനസ് 5ak മൈനസ് 1 ഇതിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് പ്ലസ് 6ak മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഓരോ ടേമിലും എക്സ് റേസ് ടു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ak എക്സ് റേസ് ടു കെ മൈനസ് 5ak മൈനസ് 1 എക്സ് റേസ് ടു കെ പ്ലസ് 6ak മൈനസ് 2 എക്സ് റേസ് ടു കെ ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഇതെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ റെക്കറൻസ് റിലേഷൻ ആണ്. സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ ആണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ എല്ലാ ടേംസിൻ്റെയും കൂടെ സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എടുക്കുക. എല്ലാ ടേംസിൻ്റെയും കൂടെ സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എടുക്കുക. അപ്പം സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ എക്സ് റേസ് ടു കെ മൈനസ് സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി 5ak മൈനസ് 1 എക്സ് റേസ് ടു കെ പ്ലസ് സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി 6ak മൈനസ് 2 ഇൻറ്റു എക്സ് റേസ് ടു കെ ഈക്വൽ ടു ഇവിടെ സമ്മേഷൻ എടുത്താൽ ഇവിടെ 0 തന്നെ വരിക. അതുകൊണ്ട് ഇവിടെ 0 ഇട്ടു. ഇവിടെ k ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എടുക്കാൻ കാരണം ഇത് സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട്. ഇനി ഈ ഓരോ ടേംസും എക്സ്പാൻഡ് ചെയ്യുക. സമ്മേഷൻ k ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ എക്സ് റേസ് ടു കെ എന്ന് പറയുന്നത് ആദ്യമേ കെക്ക് 2 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ a2 എക്സ് സ്ക്വയർ പ്ലസ് കെക്ക് 3 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പം a3 എക്സ് ക്യൂബ് പ്ലസ് a4 എക്സ് റേസ് ടു 4 പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും. ഇനി ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് a0 പ്ലസ് a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ പ്ലസ് a3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ഇതാണ് നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇതിൽ a2 എക്സ് സ്ക്വയർ മുതലുള്ള ടേംസേ ഉള്ളൂ. അപ്പം a2 എക്സ് സ്ക്വയർ പ്ലസ് a3 എക്സ് ക്യൂബ് പ്ലസ് a4 എക്സ് റേസ് ടു 4 പ്ലസ് എക്സെട്ര ഇതെന്ന് പറയുന്നത് ജി ഓഫ് എക്സ്. ഈ ടേംസ് രണ്ടെണ്ണം ഇങ്ങോട്ടേക്ക് വരും. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ജി ഓഫ് എക്സ് മൈനസ് a0 മൈനസ് a1 എക്സ് എന്ന് വരും. അപ്പം ഈ സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ എക്സ് റേസ് ടു കെക്ക് പകരം ഇവിടെ ജി ഓഫ് എക്സ് മൈനസ് a0 മൈനസ് a1 എക്സ് എന്ന് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ അടുത്ത സമ്മേഷൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി 5 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 5നെ നമ്മൾ പുറത്തേക്ക് എഴുതണേ. 5 ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 1 എക്സ് റേസ് ടു കെ എന്നാണ് വരിക. അപ്പം ബാക്കി ഇവിടെ ഉള്ളത് സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 1 എക്സ് റേസ് ടു കെ എന്നാണ് വരിക. അതിൻ്റെ സം എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് കെക്ക് ആദ്യമേ 2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പം a1 എക്സ് റേസ് ടു 2 പ്ലസ് a2 കെക്ക് 3 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ a2 എക്സ് ക്യൂബ് പ്ലസ് a3 എക്സ് റേസ് ടു 4 പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും. ഇവിടെ നിന്നെല്ലാം നമ്മൾ എക്സ് കോമൺ ആയിട്ട് എടുക്കുക. എക്സ് കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ പ്ലസ് a3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും. അതായത് എക്സ് ഇൻറ്റു ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ജി ഓഫ് എക്സ് മൈനസ് a0 ആണ്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് a0 പ്ലസ് a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ പ്ലസ് a3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ആണ്. അതിൽ നിന്ന് a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ പ്ലസ് a3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ഇതിന്റെ സം എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് മൈനസ് a0 എന്ന് വരും. അപ്പം സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 1 എക്സ് റേസ് ടു കെന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് a0 എന്ന് വരും. അടുത്ത സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ 6 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 6നെ പുറത്തേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ളത് എടുക്കുക. 6 ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 2 എക്സ് റേസ് ടു കെ എന്ന് വരും. അപ്പോൾ ഈ സമ്മിനെയാണ് അടുത്ത് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 2 എക്സ് റേസ് ടു കെ ഈക്വൽ ടു a0 എക്സ് സ്ക്വയർ പ്ലസ് a1 എക്സ് ക്യൂബ് പ്ലസ് a2 എക്സ് റേസ് ടു 4 പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും. ആദ്യമേ കെക്ക് 2 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ a0 എക്സ് സ്ക്വയർ പ്ലസ് കെക്ക് 3 എന്നുള്ള വാല്യൂ എടുക്കുമ്പോൾ a1 എക്സ് ക്യൂബ് പ്ലസ് a2 എക്സ് റേസ് ടു 4 പ്ലസ് എക്സെട്ര ഇങ്ങനെയാണ് വരിക. ഇതിൽ നിന്ന് നമ്മൾ എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുക. എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ ബാക്കി ഇവിടെ a0 പ്ലസ് a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ഇങ്ങനെയാണ് വരിക. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇക്വേഷൻ ഇതാണ്. സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ എക്സ് റേസ് ടു കെ മൈനസ് 5 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ ഞാൻ വെളിയിലേക്ക് എടുത്തു. അപ്പോൾ 5 ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 1 എക്സ് റേസ് ടു കെ പ്ലസ് 6 ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എ കെ മൈനസ് 2 എക്സ് റേസ് ടു കെ ഈക്വൽ ടു 0 എന്നാണ്. ഇവിടെ
ഈ സമ്മിന് പകരം നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സമ്മേഷൻ കെ ഈക്വൽ ടു 2 to infinity a k x raised to k എന്ന് പറയുന്നത് g of x മൈനസ് എ നോട്ട് മൈനസ് എ വൺ എക്സ് ആണ്. മൈനസ് ഈ 5 അതുപോലെ തന്നെ എഴുതി. ബാക്കി ഇതെന്ന് പറയുന്നത് ഇതിന് മുമ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എ നോട്ട് ആണ്, അത് കൊടുത്തു. പ്ലസ് 6 ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു 2 to infinity a k മൈനസ് 2 x raised to k എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതിന് ഈ സമ്മേഷനൊക്കെ പകരം ഈ വാല്യൂസ് കൊടുത്തു. ഇനി നമുക്കറിയാം ഇനീഷ്യൽ കണ്ടീഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എ നോട്ട് ഇസ് ഈക്വൽ ടു 6ഉം എ വൺ ഇസ് ഈക്വൽ ടു 30 ആണ്. ഓക്കെ, അതിന് മുമ്പ് ഇവിടെ ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യണേ. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് മൈനസ് എ നോട്ട് മൈനസ് എ വൺ എക്സ് മൈനസ് 5x ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് 5x ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് വന്നു. അതുപോലെ തന്നെ മൈനസ് 5x ഇൻറ്റു മൈനസ് എ നോട്ട് എന്ന് പറയുന്നത് പ്ലസ് 5x ഇൻറ്റു എ നോട്ട് പ്ലസ് 6x സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഇനി ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. എ നോട്ട് ഇസ് ഈക്വൽ ടു 6ഉം എ വൺ ഇസ് ഈക്വൽ ടു 30. അപ്പോൾ ജി ഓഫ് എക്സ് മൈനസ് എ നോട്ടിന് പകരം 6 കൊടുത്തു മൈനസ് എ വണ്ണിന് പകരം 30x മൈനസ് 5x ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് 5x ഇൻറ്റു എ നോട്ടിന് പകരം 6 കൊടുത്തു പ്ലസ് 6x സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് ജി ഓഫ് എക്സ് മൈനസ് 6 മൈനസ് 30x മൈനസ് 5x ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ഇതെന്ന് പറയുന്നത് 30x എന്നാക്കി എഴുതി പ്ലസ് 6x സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഇനി ജി ഓഫ് എക്സ് ഉള്ള ടേംസ് മാത്രം ലെഫ്റ്റ് സൈഡ് നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പം ജി ഓഫ് എക്സ് മൈനസ് 5x ജി ഓഫ് എക്സ് മൈനസ് 5x ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് 6x സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബാക്കി ടേംസ് എല്ലാം അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും മൈനസ് 6 ഈ സൈഡിൽ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് 6 വരും. മൈനസ് 30x ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും പ്ലസ് 30x വരും. പ്ലസ് 30x ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും മൈനസ് 30x വരും. 30x മൈനസ് 30x 0 ആയി പോകും. അപ്പോൾ ഇവിടെ 6 വരും. ഈ ടേം അതുപോലെ തന്നെ ജി ഓഫ് എക്സ് മൈനസ് 5x ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് 6x സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6 എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ജി ഓഫ് എക്സ് കോമൺ ആയിട്ട് എടുക്കാം. ജി ഓഫ് എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 1 ഉണ്ട് മൈനസ് 5x പ്ലസ് 6x സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 എന്ന് വരും. ഇതിൽ നിന്ന് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 6 ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഡിവിഷൻ വരും. 6 ഡിവൈഡഡ് ബൈ 1 മൈനസ് 5x പ്ലസ് 6x സ്ക്വയർ എന്ന് വന്നു. ഇനി 1 മൈനസ് 5x പ്ലസ് 6x സ്ക്വയറിന് എനിക്ക് 1 മൈനസ് 3x ഇൻറ്റു 1 മൈനസ് 2x എന്ന് എഴുതാം. ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 1 മൈനസ് 3x ഇൻറ്റു 1 മൈനസ് 2x ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1 മൈനസ് 5x പ്ലസ് 6x സ്ക്വയർ എന്ന് കിട്ടും. അപ്പം അതുകൊണ്ട് ഈ 1 മൈനസ് 5x പ്ലസ് 6x സ്ക്വയറിന് പകരം ഞാൻ ഇങ്ങനെ കൊടുത്തു 1 മൈനസ് 3x ഇൻറ്റു 1 മൈനസ് 2x എന്ന്. ഇനി ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്, അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും a ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x പ്ലസ് b ഡിവൈഡഡ് ബൈ 1 മൈനസ് 2x എന്ന് വരും. അതായത് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x ഇൻറ്റു 1 മൈനസ് 2x ഇസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x പ്ലസ് b ഡിവൈഡഡ് ബൈ 1 മൈനസ് 2x എന്നാണ്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും a ഇൻറ്റു 1 മൈനസ് 2x പ്ലസ് b ഇൻറ്റു 1 മൈനസ് 3x ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x ഇൻറ്റു 1 മൈനസ് 2x എന്ന് വരും. ഈ ടേമിൽ ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ അത് ക്യാൻസൽ ആക്കും. അപ്പം ബാക്കി ഇവിടെ ഉള്ളത് 6 ഇസ് ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് 2x പ്ലസ് b ഇൻറ്റു 1 മൈനസ് 3x എന്ന് വരും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 6 ഇസ് ഈക്വൽ ടു a മൈനസ് 2ax പ്ലസ് b മൈനസ് 3bx എന്ന് വരും. ഇനി ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും മൈനസ് 2a മൈനസ് 3b ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ടേംസ് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് കിട്ടും, a പ്ലസ് b ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്റെ വാല്യൂ 18 എന്ന് കിട്ടും, ബിന്റെ വാല്യൂ 12 എന്ന് കിട്ടും. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എയുടെ സ്ഥാനത്ത് 18 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x മൈനസ് 12 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2x എന്ന് വരും. ഇനി 18 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3xനെ നമുക്ക് 1 മൈനസ് 3x റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ മൈനസ് 12 ഇൻറ്റു ഇതിനെ നമുക്ക് 1 മൈനസ് 2x റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം. ഇനി നമുക്കറിയാം 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു k ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 3x ആണുള്ളത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 3 റേസ് ടു k എക്സ് റേസ് ടു k എന്ന് കൊടുക്കാം. 18 ഇൻറ്റു സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 3 റേസ് ടു k ഇൻറ്റു എക്സ് റേസ് ടു k എന്ന് കൊടുക്കാം. മൈനസ് 12 ഇൻറ്റു ഇതിന് പകരം സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 2 റേസ് ടു k ഇൻറ്റു എക്സ് റേസ് ടു k എന്ന് എഴുതാം.
ഇനി നോക്കിക്കേ, ഈ കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതിനെ സമ്മേഷനുള്ളിലേക്ക് കൊടുക്കാം, ഇതും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ എനിക്ക് സമ്മേഷനുള്ളിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ വരും സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 18 ഇൻറ്റു 3 റൈസ് ടു കെ ഇൻറ്റു എക്സ് റൈസ് ടു കെ മൈനസ് സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 12 ഇൻറ്റു 2 റൈസ് ടു കെ ഇൻറ്റു എക്സ് റൈസ് ടു കെ എന്ന് വരും. ഇവിടെ സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റിയും എക്സ് റൈസ് ടു കെയും കോമൺ ആയിട്ടുള്ള ടേംസ് ആണ്. ഇവിടെ രണ്ട് കോമൺ ആയിട്ട് വരുന്ന ടേംസ് ആണ്. അതുകൊണ്ട് അത് കോമൺ ആയിട്ട് എടുത്തിട്ട് സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു കെ കോമൺ ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള ടേംസ് ചെയ്ത ഇവിടെ ബാക്കി മിച്ചം വന്നിരിക്കുന്നത് 18 ഇൻറ്റു 3 റൈസ് ടു കെ ആണ് മൈനസ് ഇവിടെ ഉള്ളത് 12 ഇൻറ്റു 2 റൈസ് ടു കെ അത് കൊടുത്തു. അപ്പം ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റും എക്സ് റൈസ് ടു കെന്റെ കോഎഫിഷ്യന്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് 18 ഇൻറ്റു 3 റൈസ് ടു കെ മൈനസ് 12 ഇൻറ്റു 2 റൈസ് ടു കെ ആണ്. ഇതാണ് നമ്മുടെ എ കെ, നമ്മുടെ സൊല്യൂഷൻ. ഈ റെക്കറൻസ് റിലേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. എ കെ ഇസ് ഈക്വൽ ടു 18 ഇൻറ്റു 3 റൈസ് ടു കെ മൈനസ് 12 ഇൻറ്റു 2 റൈസ് ടു കെ.